നമസ്കാരം, എല്ലാവർക്കും PSC പ്രോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിലെ മണ്ണിനങ്ങൾ എന്ന ടോപ്പിക്കാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് കിടക്കാം. എക്കൽ മണ്ണ് അഥവാ അലൂവിയൽ സോയിൽ. എക്കൽ മണ്ണിൻ്റെ പേരാണ് അലൂവിയൽ സോയിൽ എന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനമാണ് എക്കൽ മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് എക്കൽ മണ്ണാണ്. ഈ മണ്ണിനം ഉത്തരേന്ത്യൻ മഹാസമതലങ്ങളിലും നദീ താഴ്വാരങ്ങളിലും കാണപ്പെടുന്നു. ഉപദ്വീപീയ ഇന്ത്യയിൽ എക്കൽ മണ്ണ് കാണപ്പെടുന്നത് ഡെൽറ്റകളിലും എസ്റ്ററുകളിലുമാണ്. വളരെ ഫലഭൂയിഷ്ഠമാണ് എക്കൽ മണ്ണ്. ഹ്യൂമസ്, ലൈം, ഓർഗാനിക് മാറ്റർ എന്നിവയാൽ സമ്പുഷ്ടമാണിത്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം എക്കൽ മണ്ണാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലവും നർമ്മദ, താപ്തി സമതലങ്ങളും ഉദാഹരണമാണ്. നദികളിലെയും മറ്റും ജലപ്രവാഹങ്ങളിലെയും മണ്ണിൻ്റെ അടിഞ്ഞുകൂടലിൻ്റെ ഫലമായിട്ടാണ് ഇത് രൂപം കൊള്ളുന്നത്. രാജ്യത്തിൻ്റെ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് വരുന്തോറും മണലിൻ്റെ അംശം കുറഞ്ഞു വരുന്നു. പഴയ എക്കൽ മണ്ണ് ഗാദർ എന്നും പുതിയ എക്കൽ മണ്ണ് ബങ്കർ എന്നും അറിയപ്പെടുന്നു. പൊട്ടാഷ് ധാരാളം അടങ്ങിയിട്ടുള്ള മണ്ണാണ് എക്കൽ മണ്ണ്. പൊട്ടാഷ് ധാരാളം അടങ്ങിയിട്ടുള്ള മണ്ണാണ് എക്കൽ മണ്ണ്. ഫോസ്ഫറസിൻ്റെ സാന്നിധ്യം കുറവാണ്. ഗോതമ്പ്, നെല്ല്, മെയ്സ്, കരിമ്പ്, പയറുവർഗ്ഗങ്ങൾ, എണ്ണക്കുരുക്കൾ എന്നിവയുടെ കൃഷിക്ക് അനുയോജ്യമായതാണ് എക്കൽ മണ്ണ്. അപ്പോൾ ഗോതമ്പ്, നെല്ല്, മെയ്സ്, കരിമ്പ്, പയറുവർഗ്ഗങ്ങൾ, എണ്ണക്കുരുക്കൾ എന്നിവയുടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണാണ്. അടുത്തത് ചെമ്മണ്ണ് അഥവാ റെഡ് സോയിൽ. മഴ കുറവുള്ള പ്രദേശങ്ങളിലാണ് ചെമ്മണ്ണ് പൊതുവെ കാണപ്പെടുന്നത്. ഫെറിക് ഓക്സൈഡിൻ്റെ അഥവാ അയൺ ഓക്സൈഡിൻ്റെ സാന്നിധ്യമാണ് ചുവപ്പ് നിറത്തിന് കാരണം. ചെമ്മണ്ണിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം അയൺ ഓക്സൈഡിൻ്റെ സാന്നിധ്യമാണ്. ഗോതമ്പ്, പരുത്തി, പയറുവർഗ്ഗങ്ങൾ, പുകയില, ഉരുളക്കിഴങ്ങ്, എണ്ണക്കുരുക്കൾ എന്നിവയുടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ചെമ്മണ്ണ്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, കർണാടകം, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ ഭൂരിഭാഗം പ്രദേശത്തും കാണപ്പെടുന്ന മണ്ണിനും ചെമ്മണ്ണാണ്. കരിമണ്ണ് അഥവാ ബ്ലാക്ക് സോയിൽ അഥവാ റിഗർ സോയിൽ. കരിമണ്ണിൻ്റെ മറ്റു പേരുകളാണ് ബ്ലാക്ക് സോയിൽ അഥവാ റീഗർ സോയിൽ. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കരിമണ്ണാണ്. ഡെക്കാൻ പ്രദേശത്ത് ഏറ്റവും കൂടുതലുള്ള മണ്ണിനം കരിമണ്ണാണ്. ഡെക്കാൻ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും കരിമണ്ണ് അഥവാ ബ്ലാക്ക് സോയിലാണ്. കുതിരുമ്പോൾ വികസിക്കുകയും പശപശപ്പ് ഉള്ളതായി മാറുകയും ചെയ്യുന്ന മണ്ണിനമാണ്. ഉണങ്ങുമ്പോൾ സങ്കോചിക്കുന്നു. ഉണങ്ങുമ്പോൾ വലിയ വിള്ളലുകൾ ഉണ്ടാകുന്നതിനാൽ സ്വയം ഉഴുതുന്ന സ്വഭാവമുണ്ട്. ഇരുമ്പ്, ലൈം, കാൽസ്യം, പൊട്ടാസ്യം എന്നിവയാൽ സമ്പുഷ്ടമാണ്. നൈട്രജൻ, ഫോസ്ഫറസ്, ഓർഗാനിക് മാറ്റർ എന്നിവ കുറവാണ്. കടും കറുപ്പ് മുതൽ ഇളം കറുപ്പ് വരെയുള്ള വകഭേദങ്ങളിൽ കാണപ്പെടുന്നു. മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നിവിടങ്ങളിലെ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. ഗോതമ്പ്, കരിമ്പ്, നിലക്കടല എന്നിവയുടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കരിമണ്ണ്. വെർട്ടിസോൾ എന്നറിയപ്പെടുന്നത് കരിമണ്ണാണ്. കരിമണ്ണ് അറിയപ്പെടുന്നത് വെർട്ടിസോൾ എന്നുകൂടിയാണ്, ഓർത്തിരിക്കുക. പശ്ചിമരാശി മണ്ണ് അഥവാ ലാറ്ററൈറ്റ് സോയിൽ. ലാറ്ററൈറ്റ് മണ്ണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് എക്കൽ മണ്ണാണ്. ലാറ്റർ എന്ന വാക്കിൻ്റെ അർത്ഥം ഇഷ്ടിക എന്നാണ്. കുതിർന്നാൽ മൃദുത്വവും ഉണങ്ങിയാൽ വളരെ ദൃഢതയും കൈവരിക്കുന്ന സ്വഭാവമുള്ള മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. ഉയർന്ന താപനിലയും മഴയും ഉള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. ഇരുമ്പ്, അലൂമിനിയം എന്നിവയാൽ സമ്പുഷ്ടമാണ്. നൈട്രജൻ, പൊട്ടാഷ്, ലൈം എന്നിവ കുറവാണ്. അയൺ ഓക്സൈഡിൻ്റെ സാന്നിധ്യം മൂലം ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നു. അപ്പോൾ ലാറ്ററൈറ്റ് മണ്ണ് ചുവന്ന നിറത്തിൽ കാണപ്പെടാൻ കാരണം അയൺ ഓക്സൈഡിൻ്റെ സാന്നിധ്യമാണ്. കേരളം, തമിഴ്നാട്, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലും ഒഡീഷ, അസം എന്നിവയുടെ മലമ്പ്രദേശങ്ങളിലും സാധാരണമായി കാണപ്പെടുന്ന മണ്ണിനമാണിത്. കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കണമെങ്കിൽ വളം ചേർക്കേണ്ടി വരും. തേയില, കാപ്പി, സിങ്കോണ, റബ്ബർ, തെങ്ങ്, കശുമാവ് എന്നിവയുടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് പശ്ചിമരാശി മണ്ണ് അഥവാ ലാറ്ററൈറ്റ് മണ്ണ്. അടുത്തത് ഡെസേർട്ട് സോയിൽ. വരണ്ട കാലാവസ്ഥയുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ് ഡെസേർട്ട് സോയിൽ. കാറ്റിൻ്റെ പ്രവർത്തനം മൂലം നിക്ഷേപിക്കപ്പെടുന്നു. നൈട്രജൻ്റെ സാന്നിധ്യം കുറഞ്ഞ അളവിൽ, ഫോസ്ഫറസ് സാധാരണ അളവിലുണ്ട്. രാജസ്ഥാനിൽ സുലഭമായി കാണപ്പെടുന്ന മണ്ണാണ് ഡെസേർട്ട് സോയിൽ. ചതുപ്പ് മണ്ണ് അഥവാ മാർഷി സോയിൽ. കൂടുതൽ മഴയും ഉയർന്ന ആർദ്രതയുമുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ്. സസ്യവളർച്ച വളരെ കുറവായിരിക്കും. ഓർഗാനിക് മാറ്റർ ഉയർന്ന അളവിൽ ഉള്ളതിനാൽ ആൽക്കലി സ്വഭാവം കാണിക്കുന്നു.
ഫോറസ്റ്റ് സോയിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. ഹ്യൂമസിൻ്റെ അളവ് കുറവാണ്, അതിനാൽ അമ്ല സ്വഭാവം കാണിക്കുന്നു. അടുത്തത് മൗണ്ടൻ സോയിൽ. മലമ്പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനമാണ് മൗണ്ടൻ സോയിൽ. ഹ്യൂമസ് കുറവായിരിക്കും, അമ്ല സ്വഭാവം കാണിക്കുന്നു. തേയില കൃഷിക്ക് അനുയോജ്യമാണ് മൗണ്ടൻ സോയിൽ. അപ്പോൾ ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ത്യയിലെ മണ്ണിനങ്ങളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് എക്കൽ മണ്ണാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.